സ്ഥലം വാങ്ങിക്കുക അല്ലെങ്കിൽ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതേപോലെ ഒരുപാട് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു അസറ്റ് ക്ലാസ്സും കൂടിയാണ്. പക്ഷെ നമുക്ക് അറിയാവുന്ന പോലെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പരിമിതികളും ഒക്കെ ഉണ്ട്. നല്ലൊരു പ്രോപ്പർട്ടി കണ്ടുപിടിക്കണം, അതിനായിട്ടുള്ള ഫിനാൻസ് അറേഞ്ച് ചെയ്യണം, അതിന്റെ രജിസ്ട്രേഷൻ നടത്തണം, മെയിൻ്റനൻസ് നോക്കണം. ഇനി ഈ പ്രോപ്പർട്ടി വിൽക്കുകയാണെങ്കിൽ അതിൻ്റെതായ വേറെ ബുദ്ധിമുട്ടുകളും. അപ്പൊ ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഒരു സൊല്യൂഷനും അതേസമയം ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ എല്ലാ ഗുണങ്ങളും അതേപോലെ നിലനിർത്തുന്നതുമായ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെറും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, ലോകം മുഴുവൻ പയറ്റി തെളിഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റ്, അതായത് റീറ്റ്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നതിന് മുന്നേ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ഐക്കണും പ്രസ് ചെയ്യണം. അപ്പോൾ എന്താണ് റീറ്റ്? റീറ്റ് എന്നാൽ ഒരു മ്യൂച്വൽ ഫണ്ട് പോലെയൊക്കെ തന്നെയാണെന്ന് ഒറ്റയടിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബാംഗ്ലൂർ, പൂനെ പോലുള്ള വലിയ സിറ്റീസിലൊക്കെ ഒരുപാട് റെന്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കെൽപ്പുള്ള സിറ്റികളാണ്. അത്തരത്തിലുള്ള സിറ്റീസിൽ ഒരു റെന്റൽ ബിൽഡിംഗ് പണിയുക, അത് റെസിഡൻഷ്യൽ ആയിക്കോട്ടെ, അതായത് ഫ്ളാറ്റുകളോ അപ്പാർട്ട്മെന്റുകളോ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിക്കോട്ടെ, അതായത് മോളുകളോ ഓഫീസ് സ്പേസുകളോ അല്ലെങ്കിൽ വെയർ ഹൗസുകളോ ഒക്കെ ആവാം. അത്തരം ബിൽഡിങ്സിന് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള റെന്റൽസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് അത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. പക്ഷെ ഇതേ താല്പര്യമുള്ള ഒരുപാട് പേര് ഒന്നിച്ചുകൂടിയാൽ ഇത് സാധ്യമാകും. അതാണ് റീറ്റ്സും ലക്ഷ്യമിടുന്നത്. റീറ്റ്സ് പല രാജ്യങ്ങളിലും നല്ല രീതിയിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ്. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പോഴാണ് റീറ്റ്സ് പ്രാബല്യത്തിൽ വരുന്നത്. ഇതിന്റെ റിട്ടേൺസ് കുറച്ചും കൂടെ സേഫും സ്റ്റേബിളുമാണ്. അപ്പൊ എന്താണ് ഈ റീറ്റ്സിന്റെ ഒരു ഒഫീഷ്യൽ ഡെഫിനിഷൻ, അതും ഇന്ത്യൻ കണ്ടെക്സ്റ്റിൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ പല സിറ്റീസിലായിട്ടുള്ള കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുടെ ഒരു പൂൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. എന്നിട്ട് ആ പോർട്ട്ഫോളിയോയുടെ മൂല്യത്തിന് തുല്യമായിട്ടുള്ള ഫണ്ട് IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് വഴി റേസ് ചെയ്യുക. അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുക. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ട്രസ്റ്റ് ആയിരിക്കും. അതാണ് റീറ്റ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. പകരം റീറ്റ് ഇതിന്റെ ഇൻവെസ്റ്റേഴ്സിന് നൽകുന്നത് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടിന് തുല്യമായിട്ടുള്ള യൂണിറ്റുകളായിരിക്കും ആണ്. അപ്പൊ ഇന്ത്യയിൽ ഇത്തരത്തിൽ ആദ്യമായിട്ടുള്ള റീറ്റ് കൊണ്ടുവരുന്നത് എംബസി ഓഫീസ് പാർക്കാണ്. എംബസി ഓഫീസ് പാർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നത് US ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫേമായ ബ്ലാക്ക് സ്റ്റോൺ ആണ്. എംബസി ഗ്രൂപ്പ് 1993 എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത്. അവർ ഇതുവരെ ആയിട്ട് പല സിറ്റീസിലും, അതായത് ബാംഗ്ലൂർ, പൂനെ, മുംബൈ, നോയിഡ തുടങ്ങിയ സിറ്റീസിലായിട്ട് 53 മില്യൺ സ്ക്വയർ ഫീറ്റിന്റെ ബിൽഡിംഗ് സ്പേസസ്, അതിൽ കൊമേഴ്ഷ്യൽ, റെസിഡൻഷ്യൽ, വെയർ ഹൗസ്, ഹോസ്പിറ്റാലിറ്റി, ഇത്തരത്തിലുള്ള എല്ലാ സെക്ടറിലുമുള്ള ബിൽഡിംഗ് സ്പേസസ് ആണ് ഇതുവരെയായിട്ട് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി എംബസി ഗ്രൂപ്പിനെ പറ്റിയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. 2017 എംബസി ഗ്രൂപ്പിന്റെ ഒരു അപ്പാർട്ട്മെന്റ് 50 കോടി രൂപയ്ക്കാണ് വിറ്റുപോയത്. ഇന്നേ വരെ ബാംഗ്ലൂരിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ഡീലാണത്. അതുപോലെ തന്നെ ബോളിവുഡ് ആക്ടറായ ദീപിക പദുക്കോൺ തൊട്ട് ഇൻഫോസിസിന്റെ കുറച്ച് ഫൗണ്ടേഴ്സ് വരെ എംബസിയുടെ പ്രോജക്ട്സിൽ പണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇപ്പോഴത്തെ എംബസി ഓഫീസ് പാർക്ക് റേറ്റ്സ് പോർട്ട്ഫോളിയോനെ പറ്റിയിട്ട് കൂടുതൽ നോക്കാം. ഈ പോർട്ട്ഫോളിയോയിലുള്ളത് 11 ഗ്രേഡ് A കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് ആണ്. ഇത് 4 സിറ്റികളിൽ, ബാംഗ്ലൂർ, മുംബൈ, പൂനെ, നോയിഡ, ഈ 4 സിറ്റികളിലായിട്ട് 33 മില്യൺ സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് സ്പേസസ് ആയിട്ടാണുള്ളത്. ഇതിൽ 25 മില്യൺ സ്ക്വയർ ഫീറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊജക്ട് ആണ്. ബാക്കിയുള്ളത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഇഷ്യൂവിന്റെ സൈസ് എന്ന് പറയുന്നത് 4750 കോടി രൂപയാണ്. പ്രൈസ് ബാൻഡ് 299 തൊട്ട് 300 രൂപ വരെയാണ്. മിനിമം ഒരു സബ്സ്ക്രൈബർ 800 യൂണിറ്റ് എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. അതായത് 2,40,000 രൂപയായിരിക്കും മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ മാർച്ച് 18 തൊട്ട് മാർച്ച് 20 വരെയാണ്. അതിനുശേഷം NSE-ലോ BSE-ലോ ലിസ്റ്റ് ആവാൻ പോകുന്ന ഡേറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ 3 ലിസ്റ്റിംഗ് കഴിഞ്ഞാൽ 400 യൂണിറ്റുകളുടെ ഒരു ലോട്ടായിട്ടായിരിക്കും ഇത് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇതിൽ ആങ്കർ ഇൻവെസ്റ്റേഴ്സിന്റെ സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 2619 കോടി രൂപയ്ക്കാണ് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതായത് മൊത്തം ഇഷ്യൂ സൈസിന്റെ 55%. ഇതിൽ 160 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് ഡിമാർട്ട് സൂപ്പർ മാർക്കറ്റ് ചെയിൻ ഓണർ കൂടിയായ രാധാകൃഷ്ണൻ ദമാനിയാണ്. ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സ് വിദേശ കമ്പനികളായ മോർഗൻ സ്റ്റാൻലി, സിറ്റി ഗ്രൂപ്പ്, വെൽസ് ഫാർഗോ തുടങ്ങിയവരൊക്കെയാണ്. ഇനി ഇങ്ങനെ റേസ് ചെയ്യുന്ന ഫണ്ട് കൊണ്ട് എംബസി ഗ്രൂപ്പ് മെയിൻ ആയിട്ട് ചെയ്യാൻ പോകുന്നത് അവരുടെ കടം 3710 കോടി രൂപയുടെ കടം റീപേ ചെയ്യാന്നുള്ളതാണ്. ബാക്കിയുള്ള എമൗണ്ട് കൊണ്ട് എംബസി 1 അസറ്റ്സ് എന്ന കമ്പനി അക്വയർ ചെയ്യാനും പ്ലാൻ ഉണ്ട്. ഇനി ഈ റേറ്റ്സ് കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് നോക്കാം. മെയിൻ ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് 3 ടൈപ്പ് അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്.
പോർട്ട്ഫോളിയോയിലുള്ള ബിൽഡിംഗ് സ്പേസസിന്റെ റെന്റൽ ഇൻകത്തിന്റെ 90% ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണമെന്നാണ് സെബിയുടെ റൂള്. റെന്റ് മാത്രമല്ല, അത്തരത്തിലുള്ള ഏതെങ്കിലും ബിൽഡിംഗ് വിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഗെയിനിന്റെ 90% ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻഡ് ആയി കൊടുക്കാൻ ട്രസ്റ്റ് ബാധ്യസ്ഥരാണ്. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റെന്റൽ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ, അതായത് ഇത്തരം ഓഫീസ് സ്പേസുകളുടെ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ ഡിവിഡൻഡ് കൊണ്ടുതരും. മൂന്നാമത്തെ മെച്ചം എന്ന് പറയുന്നത് റേറ്റിന്റെ ഗ്രോത്ത് തന്നെയാണ്. US-ൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു റേറ്റിന്റെ ആൾ ടൈം ഗ്രാഫാണ് ഈ കാണുന്നത്. ഈ പറഞ്ഞതൊക്കെ റീറ്റ്സിന്റെ പോസിറ്റീവ് സൈഡാണ്. റീറ്റ്സിനും നെഗറ്റീവ് സൈഡ് ഉണ്ട്. റീറ്റ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ് അല്ല. റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ നെഗറ്റീവ്സും റീറ്റ്സിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റെന്റൽ ഇൻകം കുറയുകയോ അല്ലെങ്കിൽ ആവശ്യക്കാർ കുറയുകയോ ഒക്കെ റീറ്റ്സിനെ ബാധിക്കാവുന്ന റിസ്കുകളാണ്. പക്ഷെ റീറ്റ്സിന്റെ ട്രാൻസ്പെറൻസിയും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആവറേജ് റെന്റ് എത്രയാണ്, ആരൊക്കെയാണ് വാടകക്കാർ എന്നൊക്കെ ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പൊ ഇനിയാണ് ആ വലിയ ചോദ്യം, റീറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനായിട്ട് ഒരു പ്രോപ്പർട്ടി തപ്പി നടക്കുകയാണെങ്കിൽ റീറ്റ്സ് തീർച്ചയായിട്ടും പരിഗണിക്കാം. അതുപോലെ തന്നെ റിട്ടയർമെന്റ് പ്രൊഡക്റ്റുകൾ ഏതെങ്കിലും പരിഗണിക്കുകയാണെങ്കിൽ അക്കൂട്ടത്തിൽ റീറ്റ്സും പരിഗണിക്കാവുന്നതാണ്. കാരണം അടുത്ത 5 വർഷത്തെ പ്രൊജക്റ്റഡ് ആനുവൽ ഇൻകം ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 14%. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ റേറ്റ് ആണ്. ഇപ്പൊ ഇതുപോലെ ഇനിയും റേറ്റ്സ് കൂടുതലായിട്ട് ഇന്ത്യൻ മാർക്കറ്റ്സിൽ അവൈലബിൾ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.